18:5:25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 25/3/2005 മധുബൻ. മാസ്റ്റർ ജ്ഞാനസൂര്യനായി അനുഭൂതിയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കൂ. വിധാതാവാകൂ, തപസ്വിയാകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഹോളി ഹംസങ്ങളായ കുട്ടികളുമായി ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. കുട്ടികളും സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിക്കപ്പെട്ട് ഹോളി ആഘോഷിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി എത്ര സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ സർവ കുട്ടികളുടെയും ഭാഗ്യം നോക്കുകയായിരുന്നു. എത്ര വലിയ ഭാഗ്യമാണ്! എത്ര തന്നെ ഹോളിയസ്റ്റാണ്, അത്രയും തന്നെ ഹയ്യസ്റ്റുമാണ്. മുഴുവൻ കൽപ്പത്തിലും നോക്കൂ, നിങ്ങളേവരുടെയും ഭാഗ്യത്തേക്കാൾ ഉയർന്ന ഭാഗ്യം മറ്റാർക്കുമില്ല. തൻ്റെ ഭാഗ്യത്തെ അറിയുന്നുണ്ടല്ലോ. വർത്തമാന സമയത്തും പരമാത്മാ പാലനയിലൂടെ, പരമാത്മാ പഠനത്തിലൂടെ, പരമാത്മാ വരദാനങ്ങളിലൂടെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും വിശ്വത്തിൻ്റെ രാജ്യ അധികാരിയാകുന്നു. ആവുക തന്നെ വേണം. നിശ്ചിതമാണ്, നിശ്ചയം തന്നെ ഉണ്ട്. പിന്നീട് എപ്പോഴാണോ പൂജ്യരാകുന്നത്, അപ്പോൾ താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കളുടേതുപോലെയുള്ള പൂജ വിധിപൂർവം മറ്റാർക്കും ഉണ്ടാകുന്നില്ല. അപ്പോൾ വർത്തമാനത്തിലും ഭാവിയിലും പൂജ്യ സ്വരൂപത്തിലും ഹയ്യസ്റ്റ്, അതായത് ഉയർന്നതിലും ഉയർന്നതാണ്. താങ്കളുടെ ജഡചിത്രങ്ങളുടെയും ഓരോ കർമ്മത്തിൻ്റെയും പൂജ ഉണ്ടാകുന്നു. അനേകം ധർമ്മപിതാക്കളും മഹാത്മാക്കളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വിധിപൂർവമായ പൂജ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവിൻ്റെ കുട്ടികളായ താങ്കൾക്കാണ് ഉണ്ടാകുന്നത്. കാരണം ഈ സമയത്ത് ഓരോ കർമ്മത്തിലും കർമ്മയോഗിയായി കർമ്മം ചെയ്യുന്നതിൻ്റെ വിധിയുടെ ഫലമായി പൂജയും വിധിപൂർവം ഉണ്ടാകുന്നു. ഈ സംഗമ സമയത്തിലെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു. അപ്പോൾ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ കുട്ടികളായ താങ്കൾക്കും ഉയർന്നതിലും ഉയർന്ന പ്രാപ്തി ഉണ്ടാക്കിക്കുന്നു. ഹോളി എന്നാൽ അർത്ഥം പവിത്രത. ഹോളിയസ്റ്റും ആണ്, ഹയ്യസ്റ്റുമാണ്. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ പവിത്രതയാണ്. സങ്കല്പത്തിലെ അപവിത്രത പോലും ശ്രേഷ്ഠമാകാൻ അനുവദിക്കില്ല. പവിത്രത തന്നെയാണ് സുഖത്തിൻ്റെയും ശാന്തിയുടെയും ജനനി. പവിത്രത സർവ പ്രാപ്തികളുടെയും താക്കോലാണ്. അതിനാൽ താങ്കൾ ഏവരുടെയും സ്ലോഗൻ ഇതാണ്: പവിത്രമാകൂ, യോഗിയാകൂ. സ്മാരകമായ ഹോളിയിലും നോക്കൂ. ആദ്യം കത്തിക്കുന്നു, പിന്നെ ആഘോഷിക്കുന്നു. കത്തിക്കാതെ ആഘോഷിക്കുന്നില്ല. അപവിത്രതയെ കത്തിക്കണം. യോഗത്തിൻ്റെ അഗ്നിയിലൂടെ അപവിത്രതയെ കത്തിക്കുന്നു. അതിൻ്റെ സ്മാരകമായി അവർ തീയിൽ കത്തിക്കുന്നു. കത്തിച്ചതിനു ശേഷം എപ്പോഴാണോ പവിത്രമാകുന്നത്, അപ്പോൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. പവിത്രമാകുന്നതിൻ്റെ സ്മാരകമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. കാരണം നിങ്ങളേവരും എപ്പോഴാണോ അപവിത്രതയെ കത്തിക്കുന്നത്, പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ ചുവക്കുന്നത്, അപ്പോൾ സർവ ആത്മാക്കളെ പ്രതിയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. ഇതിൻ്റെ സ്മാരകമായി മംഗളകരമായ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. അതിനാൽ ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ഈ സ്മൃതി വരുത്തുന്നു. സദാ ഓരോരുത്തരിൽ നിന്നും ആശീർവാദങ്ങൾ എടുക്കൂ, ആശീർവാദങ്ങൾ നൽകൂ. തൻ്റെ ആശീർവാദങ്ങളുടെ ശുഭഭാവനയിലൂടെ മംഗളകരമായ കൂടിക്കാഴ്ച ആഘോഷിക്കൂ. കാരണം അഥവാ ആരെങ്കിലും ശാപം നൽകുന്നുവെങ്കിൽ പോലും അവർ അപവിത്രതയാൽ പരവശമാണ്. എന്നാൽ അഥവാ താങ്കൾ ശാപത്തെ മനസ്സിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ സന്തോഷമായിരിക്കുമോ, സുഖിയായിരിക്കുമോ? അതോ വ്യർത്ഥ സങ്കല്പങ്ങളുടെ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ, ആര് ഈ ദുഃഖം അനുഭവിക്കുകയാണോ?
ശാപം സ്വീകരിക്കുക എന്നാൽ സ്വയം തന്നെയും ദുഃഖവും അശാന്തിയും അനുഭവിപ്പിക്കുക എന്നാണ്. ബാപ്ദാദയുടെ ശ്രീമത്താണ് സുഖം നൽകൂ, സുഖം എടുക്കൂ. ആ ശ്രീമത്തിൻ്റെ ലംഘനമുണ്ടാകുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും ആശീർവാദങ്ങൾ നേടുന്നതും ആശീർവാദം നൽകുന്നതും പഠിച്ചു കഴിഞ്ഞുവല്ലോ. പഠിച്ചുവോ? പ്രതിജ്ഞയും ദൃഢതയും. ദൃഢതയോടെ പ്രതിജ്ഞ ചെയ്യൂ. സുഖം നൽകണം, സുഖം നേടണം. ആശീർവാദങ്ങൾ നൽകണം, നേടണം. പ്രതിജ്ഞ ഉണ്ടോ? ധൈര്യമുണ്ടോ? ആരിൽ ധൈര്യമുണ്ടോ? ആശീർവാദം എടുക്കും, ആശീർവാദം നൽകും എന്ന് ഇന്നു മുതൽ ദൃഢതയുടെ സങ്കല്പം എടുക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ഉറപ്പാണോ? ഉറപ്പാണോ? അപക്വം ആകരുത്. അപക്വം ആവുകയാണെങ്കിൽ അപക്വമായ ഫലത്തെ പക്ഷികൾ വളരെയധികം ഭക്ഷിക്കുന്നു. ദൃഢത സഫലതയുടെ താക്കോലാണ്. എല്ലാവരുടെയും പക്കൽ താക്കോലുണ്ടോ? താക്കോലുണ്ടോ? താക്കോൽ നിലനിൽക്കുന്നുണ്ടോ? മായ മോഷ്ടിക്കുന്നില്ലല്ലോ. അതിനും താക്കോലിനോട് സ്നേഹമുണ്ട്. സദാ സങ്കൽപ്പിച്ചുകൊണ്ട് ഈ സങ്കല്പം എമർജ് ചെയ്യൂ. മേർജ് അല്ല, എമർജ്. എമർജ് ചെയ്യൂ. എനിക്ക് ചെയ്യുക തന്നെ വേണം, ആവുക തന്നെ വേണം, നടക്കുക തന്നെ വേണം. നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് നിശ്ചയ ബുദ്ധി വിജയന്തി. ഡ്രാമ വിജയത്തിൻ്റേത് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം റിപ്പീറ്റ് ചെയ്യണം. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഉണ്ടാക്കപ്പെട്ടത് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കണം. പ്രയാസമാണോ? ഇടയ്ക്കിടയ്ക്ക് പ്രയാസമായി പോകുന്നു. പ്രയാസം എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വയമേ തന്നെ സഹജമായതിനെ പ്രയാസമാക്കി മാറ്റുന്നു. ചെറിയൊരു തെറ്റ് ചെയ്യുന്നു. അറിയാമോ ഏതൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന്? ബാപ്ദാദയ്ക്ക് ആ സമയത്ത് കുട്ടികളുടെ മേൽ വളരെയധികം ദയ എന്നെങ്ങനെ പറയും, സ്നേഹം വരുന്നു. എന്ത് സ്നേഹം വരുന്നു? ഒരു ഭാഗത്ത് പറയുന്നു ബാബ നമ്മളുമായി കമ്പൈൻഡ് ആണ്, കൂടെയുണ്ട് എന്നല്ല, കമ്പൈൻഡ് ആണ്. അപ്പോൾ കമ്പൈൻഡ് ആണോ? ഡബിൾ ഫോറിനേഴ്സ് കമ്പൈൻഡ് ആണോ? പിന്നിലുള്ളവർ കമ്പൈൻഡ് ആണോ? ഗാലറിയിലുള്ളവർ കമ്പൈൻഡ് ആണോ? ശരി, ഇന്ന് ബാബ്ദാദയ്ക്ക് ഈ സമാചാരം ലഭിച്ചു. മധുബൻ നിവാസികളും പാണ്ഡവ ഭവൻ ഗ്യാൻ സരോവരിലുള്ളവരും ഇവിടെയുള്ളവരും പ്രത്യേകം ഹാളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടും ബാബ്ദാദ ചോദിക്കുകയാണ്, ബാബ്ദാദ കമ്പൈൻഡ് ആണോ? കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തിമാനായ ബാബ്ദാദ കമ്പൈൻഡ് ആണെന്നിരിക്കെ പിന്നെ ഒറ്റയ്ക്കാകുന്നത് എന്തുകൊണ്ട്? അഥവാ താങ്കൾ ദുർബലമാണെങ്കിൽ പോലും ബാബ്ദാദ സർവശക്തിവാനാണല്ലോ. ഒറ്റയ്ക്കാകുന്നു, അപ്പോൾ തന്നെയാണ് ദുർബലമാകുന്നത്. കമ്പൈൻഡ് രൂപത്തിലിരിക്കൂ. ബാബ്ദാദ ഓരോ സമയത്തും ഓരോ കുട്ടിയുടെയും സഹയോഗിയാണ്. ശിവബാബ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നത് എന്തിനാണ്? ആർക്കു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? കുട്ടികളുടെ സഹയോഗി ആകുന്നതിനാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ബ്രഹ്മബാബയും വ്യക്തത്തിൽ നിന്നും അവ്യക്തമായത് എന്തിനു വേണ്ടി? സാകാര ശരീരത്തേക്കാൾ അവ്യക്ത രൂപത്തിൽ കൂടുതൽ കൂടുതൽ സഹയോഗം നൽകാൻ സാധിക്കും. അപ്പോൾ ബാബ്ദാദ സഹയോഗം നൽകുന്നതിന് വേണ്ടി ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ എന്തുകൊണ്ട് ഒറ്റയ്ക്കാകുന്നു? പ്രയത്നത്തിൽ എന്തുകൊണ്ട് മുഴുകുന്നു? 63 ജന്മം പ്രയത്നിച്ചുവല്ലോ. ആ പ്രയത്നത്തിൻ്റെ സംസ്കാരം ഇപ്പോഴും വലിക്കുന്നുണ്ടോ? സ്നേഹത്തിലിരിക്കൂ. സ്നേഹത്തിൽ ലീനമായിരിക്കൂ. സ്നേഹം പ്രയത്നത്തിൽ നിന്നും മുക്തം ആക്കിക്കുന്ന ഒന്നാണ്. പ്രയത്നം നല്ലതായി തോന്നുന്നുണ്ടോ? ശീലം കാരണം നിർബന്ധിതമായി പോകുന്നുണ്ടോ? സഹജയോഗിയാണ്. ബാബ്ദാദ വിശേഷിച്ച് കുട്ടികൾക്ക് വേണ്ടി പരംധാമത്തിൽ നിന്നും സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണ്. അറിയാമോ എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? ഉള്ളം കയ്യിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്കളുടെ ചിത്രവുമുണ്ടല്ലോ.
രാജ്യഭാഗ്യം കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി. അതിനാൽ ബാബ്ദാദയ്ക്ക് പ്രയത്നം നല്ലതായി തോന്നുന്നില്ല. ബാബ്ദാദ ഓരോ കുട്ടിയെയും പ്രയത്നത്തിൽ നിന്നും മുക്തവും സ്നേഹത്തിൽ മഗ്നവുമായി കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രയത്നത്തിൽ നിന്നും മായയുടെ യുദ്ധത്തിൽ നിന്നും മുക്തമാകുന്നതിൻ്റെ ഇന്ന് സങ്കല്പത്തിലൂടെ ഹോളി കത്തിക്കുമോ? കത്തിക്കുക എന്നാൽ പേരോ അടയാളമോ അപ്രത്യക്ഷം. ഏതൊരു വസ്തു കത്തിച്ചാലും പേരും അടയാളവും ഇല്ലാതാകുന്നുവല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹോളി ആഘോഷിക്കുമോ? കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കൈ കണ്ട് സന്തോഷിക്കുകയാണ്. പക്ഷേ എന്താണ്? പക്ഷേ എന്ന് പറയണമോ അതോ വേണ്ടേ? മനസ്സിൻ്റെ കൈ വീശണം. ഈ കൈ വീശുന്നത് വളരെ ഈസിയാണ്. അഥവാ മനസ്സ് ചെയ്യുക തന്നെ വേണം എന്ന് അംഗീകരിച്ചുവെങ്കിൽ നടന്നു കഴിഞ്ഞു. പുതിയവരും ധാരാളം വന്നിരിക്കുകയാണ്. ആരാണോ ആദ്യമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. ഡബിൾ ഫോറിനേഴ്സുമുണ്ട്. ഇപ്പോൾ ആരെല്ലാമാണോ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് ബാബ്ദാദ വിശേഷിച്ച് അവർക്ക് തൻ്റെ ഭാഗ്യം ഉണ്ടാക്കുന്നതിൻ്റെ ആശംസകൾ നൽകുകയാണ്. എന്നാൽ ഈ ആശംസ സ്മൃതിയിൽ വയ്ക്കണം. എല്ലാവർക്കും ലാസ്റ്റ് സോ ഫാസ്റ്റായി പോകുന്നതിനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫൈനൽ റിസൾട്ട് ഔട്ടായിട്ടില്ല. അപ്പോൾ ലാസ്റ്റിൽ വരുന്നവർക്കും മുൻപുള്ളവരെക്കാളും ലാസ്റ്റിൽ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അവസാനം വരുന്നവർക്കും ലാസ്റ്റ് സോ ഫാസ്റ്റും ഫാസ്റ്റ് സോ ഫസ്റ്റിലും വരാൻ സാധിക്കും. ഒഴിവുണ്ട്, പോകാൻ സാധിക്കും. അപ്പോൾ സദാ ഈ ലക്ഷ്യം വയ്ക്കണം. എനിക്ക്, അതായത് ആത്മാവായ എനിക്ക് ഫാസ്റ്റായി ഫസ്റ്റ് ക്ലാസ്സിൽ വരിക തന്നെ വേണം. പിന്നെ VIPസും ധാരാളം വന്നിരിക്കുകയാണല്ലോ. ടൈറ്റിൽ VIP എന്നാണ്. ഏതെല്ലാം VIP വന്നിരിക്കുന്നുവോ അവർ കൈ നീട്ടി ഉയർത്തു. ഏകദേശം 150 ഭാരതത്തിലെ അതിഥികൾ ബാബ്ദാദയുടെ മുന്നിൽ ഇരിക്കുകയാണ്. വെൽക്കം. തൻ്റെ വീട്ടിലേക്ക് വന്നതിൻ്റെ വെൽക്കം. വന്നത് നന്നായി. ഇപ്പോഴാണെങ്കിൽ പരിചയത്തിനു വേണ്ടി VIP എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ VIPയിൽ നിന്നും VVVIP ആകണം. നോക്കൂ, ദേവതമാരായ താങ്കളുടെ ജഡചിത്രം VVVIP ആണ്. അപ്പോൾ താങ്കളുടെയും പൂർവികരെ പോലെ ആവുക തന്നെ വേണം. ബാബ്ദാദ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. റിലേഷനിൽ വന്നിരിക്കുകയാണ്. ഏതെല്ലാം VIP വന്നിരിക്കുന്നുവോ എഴുന്നേൽക്കൂ. ഇരുന്നിരുന്ന് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും. അല്പം എഴുന്നേൽക്കൂ. ശരി. വർത്തമാന സമയത്ത് ബാബ്ദാദ 2 കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും അറ്റൻഷൻ വരുത്തുകയാണ്. ഒന്ന്, സ്റ്റോപ്പ്, ബിന്ദു ഇടൂ, പോയിന്റ് ഇടൂ. രണ്ടാമത്തേത്, സ്റ്റോക്ക് ശേഖരിക്കൂ. രണ്ടും ആവശ്യമാണ്. 3 ഖജനാവുകൾ വിശേഷിച്ച് ശേഖരിക്കൂ. ഒന്ന്, തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി, അതായത് പ്രത്യക്ഷ ഫലം, അത് ശേഖരിക്കൂ. രണ്ടാമത്തേത്, സദാ സന്തുഷ്ടമായിരിക്കണം, സന്തുഷ്ടമാക്കണം. കേവലം ആയിരുന്നാൽ പോരാ, ആക്കുകയും വേണം. അതിൻ്റെ ഫലസ്വരൂപമായ ആശീർവാദങ്ങൾ ശേഖരിക്കൂ. ആശീർവാദങ്ങളുടെ കണക്ക് ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ മുന്നോട്ട് പോകവേ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ കാര്യത്തിൽ കൺഫ്യൂസായി, ധൈര്യം ഇല്ലാത്തവരായി ശേഖരിക്കപ്പെട്ട ഖജനാവിലും വരയ്ക്കുന്നു. അപ്പോൾ ആശീർവാദങ്ങളുടെ കണക്കും ശേഖരിക്കപ്പെടണം. അതിൻ്റെ വിധിയാണ് സന്തുഷ്ടമായിരിക്കുക, സന്തുഷ്ടമാക്കുക. മൂന്നാമത്തേതാണ് സേവനത്തിലൂടെ സേവനത്തിൻ്റെ ഫലം ശേഖരിക്കണം, അഥവാ ഖജനാവ് ശേഖരിക്കണം. സേവനത്തിലും വിശേഷിച്ച് നിമിത്തഭാവം, വിനയഭാവം, നിർമ്മലവാണി, പരിധിയില്ലാത്ത സേവനം. എൻ്റേതല്ല ബാബ, ചെയ്യിക്കുന്നവനായ ബാബ ചെയ്യുന്നവനായ എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത സേവ. ഈ 3 കണക്കുകൾ ചെക്ക് ചെയ്യൂ.
3 കണക്കുകളും ശേഖരിക്കപ്പെട്ടോ? എൻ്റേതെന്ന ഭാവത്തിൻ്റെ അഭാവം ഉണ്ടാകണം. ഇച്ഛ മാത്രം അവിദ്യ. ഈ വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നു. സീസൺ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 6 മാസം എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരും കണക്ക് ശേഖരിക്കണം. നല്ലവണ്ണം ചെക്ക് ചെയ്യണം. ഏതെങ്കിലും കോണിലെങ്കിലും പരിധിയുള്ള ഇച്ഛ ഇല്ലല്ലോ. ഞാൻ എന്നതും എൻ്റേതെന്ന ഭാവവും ഇല്ലല്ലോ. വാങ്ങുന്നവരല്ലല്ലോ. വിധാതാവാകൂ, വാങ്ങുന്നവരല്ല. പേര്, മാന്യത, പെരുമ ഒന്നും വാങ്ങുന്നവരല്ല. ദാതാവും വിധാതാവും ആകൂ. ഇപ്പോൾ ദുഃഖം വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ മാസ്റ്റർ സൂര്യനായി അനുഭൂതിയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കൂ. ഏതുപോലെ സൂര്യൻ ഒരേ സമയത്ത് എത്ര പ്രാപ്തികൾ ചെയ്യിക്കുന്നു? ഒരു പ്രാപ്തി അല്ല ചെയ്യിക്കുന്നത്. കേവലം പ്രകാശം മാത്രമല്ല നൽകുന്നത്, പവറും നൽകുന്നു. അനേകം പ്രാപ്തികൾ ചെയ്യിക്കുന്നു. ഇതേപോലെ താങ്കൾ ഏവരും ഈ 6 മാസത്തിൽ ജ്ഞാനസൂര്യനായി സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ, സഹയോഗത്തിൻ്റെ കിരണങ്ങൾ വ്യാപിപ്പിക്കൂ. അനുഭൂതി ഉണ്ടാക്കിക്കൂ. തൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദുഃഖത്തിൻ്റെ അലകളിൽ ഏറ്റവും കുറഞ്ഞത് പുഞ്ചിരി വരണം. താങ്കളുടെ ദൃഷ്ടിയിലൂടെ ധൈര്യം വരണം. അപ്പോൾ ഈ അറ്റൻഷൻ നൽകണം. വിധാതാവാകണം, തപസ്വിയാകണം. ഇങ്ങനെ തപസ്യ ചെയ്യൂ. ആ തപസ്യയുടെ ജ്വാല ഏതെങ്കിലുമൊക്കെ അനുഭൂതി ചെയ്യിക്കട്ടെ. കേവലം വാണി കേട്ടാൽ പോരാ, അനുഭൂതി ചെയ്യിക്കൂ. അനുഭൂതി അമരമാകുന്നു. കേവലം വാണി അല്പസമയത്തേക്ക് നല്ലതായി തോന്നുന്നു, സദാ ഓർമ്മ നിലനിൽക്കുന്നില്ല. അതിനാൽ അനുഭവത്തിൻ്റെ അതോറിറ്റിയായി അനുഭവം ചെയ്യിക്കൂ. ആര് തന്നെ സംബന്ധ സമ്പർക്കത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് ധൈര്യവും ഉന്മേഷവും ഉത്സാഹവും തൻ്റെ സഹയോഗത്തിലൂടെ ബാബ്ദാദയുടെ കണക്ഷനിലൂടെ നേടിക്കൊടുക്കൂ. അധികം പ്രയത്നം ചെയ്യിക്കാതിരിക്കൂ. സ്വയവും പ്രയത്നിക്കരുത്, മറ്റുള്ളവരെയും പ്രയത്നിപ്പിക്കരുത്. നിമിത്തമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും വൈബ്രേഷൻ ഉണ്ടാക്കൂ. അതിലൂടെ ഗൗരവമുള്ളവരും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും വരട്ടെ. സന്തോഷത്തിൽ മനസ്സ് നൃത്തമാടാൻ തുടങ്ങണം. കേട്ടുവോ എന്താണ് ചെയ്യേണ്ടതെന്ന്? റിസൾട്ട് നോക്കും. ഏത് സ്ഥാനം എത്ര ആത്മാക്കളെ ദൃഢമാക്കി? സ്വയം ദൃഢമായി. എത്ര ആത്മാക്കളെ ദൃഢമാക്കി? സാധാരണ കണക്ക് നോക്കുകയില്ല. തെറ്റ് ചെയ്തില്ലല്ലോ, അസത്യം പറഞ്ഞില്ലല്ലോ, ഏതെങ്കിലും വികർമ്മം ചെയ്തില്ലല്ലോ എന്നത്. പക്ഷേ എത്ര ആത്മാക്കളെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കൊണ്ടുവന്നു, അനുഭൂതി ഉണ്ടാക്കിച്ചു, ദൃഢതയുടെ താക്കോൽ നൽകി. ശരിയാണല്ലോ. ചെയ്യുക തന്നെ വേണമല്ലോ. ബാബ്ദാദയും ചെയ്യുമോ എന്നെന്തിനു പറയണം? ഇല്ല, ചെയ്യുക തന്നെ വേണം. താങ്കൾ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യുവാനാണ്? പിന്നീട് വരുന്നവരോ? താങ്കൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും അധികാരി ആയിട്ടുള്ളത്. ഓരോ കൽപ്പവും ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ദൃഢതാപൂർവമായ കുട്ടികളുടെ സംഘടന ബാബ്ദാദയ്ക്ക് കാണുക തന്നെ വേണം. ശരിയാണല്ലോ. കൈ ഉയർത്തൂ. ആവുക തന്നെ വേണം. മനസ്സിൻ്റെ കൈ ഉയർത്തൂ. ദൃഢനിശ്ചയത്തിൻ്റെ കൈ ഉയർത്തൂ. ഇതിപ്പോൾ എല്ലാവരും പാസ്സായിരിക്കുകയാണ്. പാസ്സാണല്ലോ. ശരി. 4 ഭാഗത്തുമുള്ള ഹൃദയ സിംഹാസനസ്ഥരായ കുട്ടികൾക്ക്, ദൂരെ ഇരിക്കുമ്പോഴും പരമാത്മാ സ്നേഹം അനുഭവിക്കുന്ന കുട്ടികൾക്ക്, സദാ ഹോളി അതായത് പവിത്രതയുടെ ഫൗണ്ടേഷൻ ദൃഢം ആക്കുന്നവർക്ക്, സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ അംശത്തിൽ നിന്ന് പോലും അകന്നിരിക്കുന്ന മഹാവീരന്മാരും മഹാവീരണികളുമായ കുട്ടികൾക്ക്, സദാ ഓരോ സമയത്തും സർവ ശേഖരണത്തിൻ്റെയും കണക്ക് ശേഖരിക്കുന്ന സമ്പന്ന കുട്ടികൾക്ക്,
സദാ സന്തുഷ്ടമണിയായി സന്തുഷ്ടമായിരിക്കുകയും സന്തുഷ്ടമാക്കുകയും ചെയ്യുന്ന ബാബയ്ക്ക് സമാനമായ കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ, ആശീർവാദങ്ങൾ. നമസ്തേ. ദാദിമാരോട്, ദാദിമാർ ഗുരു ഭായിയാണല്ലോ, അതായത് ഒരേ ഗുരുവിൻ്റെ സഹപാഠികളാണല്ലോ. അപ്പോൾ കൂടെയിരിക്കൂ. സഹോദരന്മാർ കൂടെയിരിക്കുന്നു. നല്ലതാണ്. ബാബ് ദാദ ദിവസവും സ്നേഹത്തിൻ്റെ മസാജ് ചെയ്യുന്നു. നിമിത്തമാണല്ലോ ഈ മസാജ് നടത്തിച്ചു കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. നിങ്ങൾ ഏവരുടെയും എക്സാമ്പിൾ കണ്ട് എല്ലാവർക്കും ധൈര്യം വരുന്നു. നിമിത്തമായ ദാദിമാരെ പോലെ സേവനത്തിൽ നിമിത്തഭാവത്തിൽ മുന്നോട്ട് പോകണം എന്ന്. നല്ലതാണ്. താങ്കൾക്ക് ഈ ഒരു ഉറച്ച നിശ്ചയമുണ്ടല്ലോ. ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, നടത്തിക്കുന്നവൻ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിമിത്തഭാവം സേവനം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന ഭാവം ഉണ്ടോ? എന്തെങ്കിലും ഞാനെന്ന ഭാവം വരുന്നുണ്ടോ? നല്ലതാണ്. മുഴുവൻ വിശ്വത്തിൻ്റെ മുന്നിൽ നിമിത്തവും എക്സാമ്പിളും ആണല്ലോ. അപ്പോൾ ബാബ് ദാദയും സദാ വിശേഷിച്ച് സ്നേഹവും ആശീർവാദങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ശരി, ധാരാളം പേർ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലതാണല്ലോ. ലാസ്റ്റ് ടേൺ ഫാസ്റ്റായി പോയി. ശരി. ഡബിൾ വിദേശികളായ മുഖ്യ ടീച്ചർ സഹോദരിമാരോട്, എല്ലാവരും ഒത്തുചേർന്ന് എല്ലാവരുടെയും പാലന ചെയ്യുന്നതിന് നിമിത്തമാകുന്നു. ഈ വളരെ നല്ല പാർട്ട് അഭിനയിക്കുന്നു. സ്വയവും റിഫ്രഷ് ആകുന്നു, മറ്റുള്ളവരെയും റിഫ്രഷ് ആക്കുന്നു. നല്ല പ്രോഗ്രാം ഉണ്ടാക്കുന്നു. ബാബ് ദാദയ്ക്ക് ഇഷ്ടമാണ്. സ്വയം റിഫ്രഷ് ആകുമ്പോഴാണ് റിഫ്രഷ് ആക്കുന്നത്. വളരെ നല്ലത്. എല്ലാവരും റിഫ്രഷ്മെൻറ്റ് നല്ലായി ചെയ്തു. ബാബ് ദാദ സന്തുഷ്ടമാണ്. വളരെ നല്ലത്. ഓം ശാന്തി. വരദാനം: നോളജ്ഫുൾ സ്ഥിതിയിലൂടെ പരിതസ്ഥിതികളെ മറികടക്കുന്ന അംഗദിന് സമാനം അചഞ്ചലവും ഉലയാത്തവരുമായി ഭവിക്കട്ടെ. രാവണ രാജ്യത്തിലെ ഏതൊരു പരിതസ്ഥിതിക്കും വ്യക്തിക്കും അല്പം പോലും സങ്കല്പരൂപത്തിൽ പോലും കുലുക്കാൻ സാധിക്കരുത്. ഇങ്ങനെ അചഞ്ചലവും ഉലയാത്തവരുമായി ഭവിക്കട്ടെ എന്നതിൻ്റെ വരദാനിയാകൂ. കാരണം ഏതൊരു വിഘ്നവും വീഴ്ത്തുന്നതിന് വേണ്ടിയല്ല, ശക്തരാക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. നോളജ്ഫുള്ളായവർ ഒരിക്കലും പരീക്ഷയെ കണ്ട് കൺഫ്യൂസ് ആകുന്നില്ല. മായ ഏത് രൂപത്തിലും വന്നേക്കാം. എന്നാൽ താങ്കൾ യോഗാഗ്നി ജ്വലിപ്പിച്ചു വയ്ക്കൂ. നോളജ്ഫുൾ സ്ഥിതിയിലിരിക്കൂ. അപ്പോൾ എല്ലാ വിഘ്നവും സ്വതവേ സമാപ്തമായിക്കൊള്ളും. താങ്കൾ അചഞ്ചലവും ഉലയാത്തതുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യും. സ്ലോഗൻ: ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവ് ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങളിൽ സമയം പോവുകയില്ല. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയുടെ ആധാരത്തിൽ ബ്രഹ്മബാബ ആദിദേവൻ അഥവാ ആദ്യത്തെ പ്രിൻസ് ആയി. ഇതേപോലെ താങ്കളും ഫാദറിനെ ഫോളോ ചെയ്ത് നമ്പർ 1 പേഴ്സണാലിറ്റിയുടെ ലിസ്റ്റിൽ വരൂ. കാരണം ബ്രാഹ്മണ ജന്മത്തിൻ്റെ സംസ്കാരം തന്നെ പവിത്രതയാണ്. താങ്കളുടെ ശ്രേഷ്ഠതയും മഹാനതയും തന്നെ പവിത്രതയാണ്. ഓം ശാന്തി. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ
പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.